അവള് പറയണേലും കാര്യമുണ്ട്. 2 മക്കള് വേറെ ഇല്ലേ, അവരോട് എന്ന് ചോദിക്കി, അവരടുത്ത് നോക്കാൻ പറയും. എനിക്ക് നോക്കാൻ പറ്റില്ല അച്ഛനാ. എന്റെ പൈസ തീർന്നു കഴിഞ്ഞപ്പോ നിനക്ക് എന്നെ നോക്കാൻ പറ്റൂലല്ലോ. അച്ഛനൊന്നും വിജയിക്കില്ല. എന്താണ് എല്ലാവരും വന്നോടി നിൽക്കണ്? ഇരിക്കും മക്കളെവിടെ? ഇല്ലച്ചാ, കടയിൽ ആളില്ല. ഞാൻ അച്ഛൻ വിളിപ്പിച്ചാലും പെട്ടെന്ന് വന്നാണ്. എന്താണ് കാര്യം എന്ന് അറിയണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോകായിരുന്നു. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അമ്മ മരിച്ചിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞല്ല, അറിയാലോ നിങ്ങൾക്കുള്ളായിരിക്കും. അന്ന് മുതൽ ഈ സെക്കൻഡ് വരെ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങളാരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇപ്പോൾ പ്രായത്തിൻ്റെതായ വൈയായികം മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരണത്, അച്ഛൻ പറഞ്ഞു വന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പുതിയൊരു കല്യാണം കഴിക്കാനാണെങ്കിൽ നടക്കൂല കേട്ടാ. ഞങ്ങൾ ഇത്രയും മുതിർന്ന് ഞങ്ങളുടെ കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. അവർക്കൊക്കെ നടക്കേടാണ്. അതൊന്നും നടക്കൂല അച്ഛാ, ചിന്തിക്കേണ്ട അങ്ങനത്തെ കാര്യം. കല്യാണം ഈ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിക്കുകയായിരുന്നെങ്കിലേ നിങ്ങളുടെ അമ്മ മരിച്ച് 6 മാസത്തിനുള്ളിൽ ഞാൻ കല്യാണം കഴിച്ച. ഞാൻ അതിനെക്കുറിച്ചല്ല. ഇനി എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ല, വയ്യായിക, ശാരീരിക അസ്വസ്ഥത ഒക്കെ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് 3 ആൺമക്കളുണ്ടല്ലോ. അപ്പം നിങ്ങളിൽ 3 ആളിൽ ആരെന്നെ നോക്കും? അതറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ 3 ആളെ ഞാൻ വിളിച്ചത്. വെറുതെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കാണ്ട് എന്നെ ആര് നോക്കുന്നു ഇതുവരെ പറഞ്ഞു. വെറുതെ നോക്കണ്ട. അഞ്ചപ്പാലത്തിൻ്റെ സ്ഥലം കൊടുത്ത് 85 ലക്ഷം രൂപ ഉണ്ടായി. അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കടമുണ്ടായിരുന്നു. ആ ബാധ്യത തീർത്തിട്ട് ബാക്കി ഒരു 60 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ. എന്നെ ആര് നോക്കുന്നോ അവർക്ക് ഞാൻ ആ 60 ലക്ഷം രൂപ. നിങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചു ആരെന്നെ നോക്കും. അച്ഛനിപ്പം അങ്ങോട്ട് കൊണ്ടുപോണ്ട, അത് ശരിയാവില്ല. അത് അച്ഛനെ കൊണ്ടുപോയാല് അച്ഛാ, ഞങ്ങൾക്ക് കൊണ്ടുപോകാനേ ഇത്തിരി അസൗകര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകണല്ലോ അച്ഛനാ. തൽക്കാലം ഇവരിൽ ആരെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അച്ഛനെയും അത് തന്നെ ആയിരിക്കും സൗകര്യം, അല്ല മഞ്ജു? അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം. ഇനി നിങ്ങളിൽ 2 ആളിൽ ആരാണ് എന്നെ കൊണ്ടുപോകാൻ തീരുമാനിക്കും? സുരേഷേ, നിനക്ക് പോയിട്ട് തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പം അടുത്ത നിന്റെ അഭിപ്രായം പറ. അച്ഛനറിയാല, സൗമ്യ 3 മാസം ഗർഭിണിയാണ്. അവൾക്ക് റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ 60 ലക്ഷം രൂപ എനിക്ക് ബിസിനസ്സിലേക്ക് ഇറക്കായിരുന്നു. പക്ഷേ അച്ഛനെയും അവളെയും കൂടി നോക്കാൻ എൻ്റെ ഇടയ്ക്ക് നടക്കൂല അച്ഛൻ. അപ്പോൾ അവർ 2 പേരും അഭിപ്രായം പറഞ്ഞു. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർക്ക് എന്നെ നോക്കാൻ പറ്റും. ഇനി നിന്റെ അഭിപ്രായം എന്താണ്? നിനക്കെന്നെ നോക്കാൻ പറ്റും മനോജ? അതല്ല അച്ഛാ, ഞാനേ ബിന്ദുവായിട്ടൊന്ന് ആലോചിച്ചിട്ട് മതി. പോയി ആലോചിച്ചിട്ട് വാ. ബിന്ദു വന്നേ, നീ അതവിടെ വെച്ചേ. അച്ഛൻ പറഞ്ഞു വല്ലതും കേട്ടാ നീ? ഞാൻ കേട്ട്, ഞാൻ അവിടെ അവർ പറയണത് കേട്ട്. അവർ 2 പേരും അച്ഛനെ നോക്കൂല എന്നാണ് പറയണത്. അപ്പൊ ചേട്ടൻ നോക്കൂല എന്ന് പറയണ്ട, നമ്മൾക്ക് അച്ഛനെ നോക്കാം. അച്ഛനെ എണീറ്റ് നടക്കണ മനുഷ്യനല്ലേ. പിന്നെ 60 ലക്ഷം രൂപയുണ്ട്. നമ്മളെന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത്? നമുക്ക് നോക്കാന്ന് ചേട്ടൻ ചെന്ന് പറ. ചേട്ടൻ ചെല്ലി, ചേട്ടൻ നോക്കാന്ന് പറ. ചെല്ലി ചേട്ടൻ പറ. അച്ഛാ, ഞാൻ ബിന്ദുവായിട്ട് ആലോചിച്ച് കുഴപ്പമില്ല. അച്ഛനെ ഞാൻ നോക്കിക്കൊണ്ട്. അച്ഛനെ പൈസ എൻ്റെ അക്കൗണ്ടിൽ കിട്ടാൻ മതി. ഞാനെങ്കിലും അച്ഛനെ നോക്കാൻ വേണ്ടേ? 3 ആൺമക്കളുണ്ടായിട്ട് നീയെങ്കിലും ഉണ്ടായല്ല. എനിക്കറിയായിരുന്നു അവസാനം നിന്നിൽ തന്നെ വന്ന് എത്തിച്ചേരുന്നു. നീ എന്നെ നോക്കാൻ.
നിൽക്കണ ഒരു മൂത്ത മോൻ, ഒരു ഗുണവുമില്ല, മുമ്പുമില്ല ഇപ്പോഴും ഇല്ല. ഇളയ മോൻ തിന്നും കുടിച്ചും നടക്കല്ലാണ്ട് എന്താ നിന്നെ കൊണ്ട് വല്ല ഗുണമുണ്ടാണ്? ആ ഭാര്യയുടെ മൂട് താങ്ങി നടക്കാന്നല്ലാണ്ട്. എനിക്കറിയായിരുന്നു അവസാനം എൻ്റെ മോൻ മനോജ് എനിക്ക് ഉണ്ടാവുള്ളൂ. മോനെ, അച്ഛൻ നാളെ തന്നെ 60 ലക്ഷം രൂപ മോന്റെ അക്കൗണ്ടിൽ കിടാട്ടോ. ഇനി നോക്കി നിൽക്കണെന്നിനി പൊയ്ക്കോ, എല്ലാം ഇറങ്ങി പൊയ്ക്കോ. എന്നെ നോക്കാൻ പറ്റാത്തവരാരും ഇവിടെ നിൽക്കണ്ട. ഇനി അച്ഛാന്നും വിളിച്ചിട്ട് ഒരച്ചെണ്ണം ഈ പടി ചവിട്ടി പോകും. ഇത് എന്നെ നോക്കാന്ന് പറഞ്ഞ എന്റെ മോൻ മനോജിന്റെ വീടാണ്. മനസ്സിലായില്ലേ? നീയും കൂടി കേൾക്കാനാ പറയുന്നേ, നീയും കൂടി കേൾക്കാൻ. നിക്കണ്ട, പൊയ്ക്കോ. ഇനി എന്ത് നോക്കിയാ നിക്കണേ? ആരെ കാണാനാ നിക്കുന്നത്? നിനക്ക് ഭയങ്കര തിരക്കായിരുന്നില്ല പോകാൻ. പൊയ്ക്കോടാ, തിരക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ പോ. ഇടൊക്കെയുള്ളവാ ബാത്റൂമിൽ ഫ്ലഷ് അടിക്കാൻ എന്തേ? ഞാൻ മറന്നുപോയി മോളെ. മറന്നുപോയ 3 നേരം തിന്നാൻ മറവിണ്ട. ഒരു മറവി. ഇവിടെ ജോലിക്കാരൊന്നുമില്ല നോക്കാനായിട്ട്. ഞാൻ മറന്നുപോയതല്ലേ മോളെ. മറക്കണെന്തിനി? ബാത്റൂമിൽ പോയാൽ മറക്കണെന്തിനി? ഇവിടെ നിൽക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ശ്രദ്ധിച്ച് ജീവിച്ച അച്ഛനി കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. ഞാൻ എവിടേക്കിറങ്ങാൻ? എവിടേക്കെങ്കിലും പൊക്കോളാം. എന്നെ കൊണ്ട് പറ്റൂല നോക്കാൻ. നല്ല നടപ്പിൽ ഓടി നടക്കുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ തീട്ടോ മൂത്രമൊന്നും കോരാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ വെറുതെ അല്ല ഇവിടെ നിക്കണത്. ചക്കാത്തിനല്ല, 60 ലക്ഷം രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ. അന്ന് 60 ലക്ഷം കൊടുത്തെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് നല്ലോണം നോക്കിയിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. 60 ലക്ഷത്തിന്റെ കണക്ക് ഇവിടെ പറയുകയും വേണ്ട. 60 ലക്ഷം രൂപയുടെ കണക്കൊക്കെ കഴിഞ്ഞ് ഇനി എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. എവിടൊക്കെയാണെന്ന് വെച്ച് ഇറങ്ങിപ്പോയിക്കോ. എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. ഇവള് പറയണേ എന്നോട് ഇവിടെ നിന്ന് പോയിക്കോളാം, എന്നോട് ഇവിടെ നിക്കണ്ടാവേ, എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിക്കോളാം. മോനിക്ക് 60 ലക്ഷം രൂപ തന്നിട്ടില്ലേ ഞാനിവിടെ നിക്കണത്? ഞാൻ ഈ വയ്യാതിരിക്കണം, ഞാൻ എങ്ങോട്ട് പോകാനാണ്? അച്ഛാ, അവള് പറയണേലും കാര്യമുണ്ട്. 60 ലക്ഷത്തിന്റെ കാര്യം അച്ഛൻ ഇനി പറയണ്ട, അതൊക്കെ തീർന്നു പോയി. പിന്നെ അച്ഛൻ ബാത്റൂമിൽ വേണ്ടിട്ട് കാലിന്റെ ഓപ്പറേഷന് 35,000 രൂപയാണ് ഞാൻ ആൾക്കാരെ മേടിച്ച് അച്ഛന് വേണ്ടി ചെലവ് ചെയ്തത്. അവള് പറയണേലും കാര്യമുണ്ട്. 2 മക്കള് വേറെ ഇല്ലേ? അവരോട് എന്ന് ചോദിക്കി, അവരടുത്ത് നോക്കാൻ പറയും. എനിക്ക് നോക്കാൻ പറ്റില്ല അച്ഛനാ. നന്ദിയില്ലാത്ത നായ, എന്റെ പൈസ തീർന്നു കഴിഞ്ഞപ്പോ നിനക്ക് എന്നെ നോക്കാൻ പറ്റൂലല്ലേ? അച്ഛനൊന്നും